ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. ഇറാൻ, അമേരിക്ക, ഇസ്രായേലൊക്കെ യുദ്ധം വളരെ ആവേശകരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താ യുദ്ധം ഇത്രയായിട്ടും അമേരിക്ക ജയിക്കാത്ത, അമേരിക്ക എന്താ അവിടെ റെജീം ചേഞ്ച് നടത്താത്ത എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് അവരോട് സഹതാപമാണ് ഒരുപക്ഷെ തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ മുടക്കമുള്ള ഒരു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിഭാസമാണ്. അതങ്ങനെ പെട്ടെന്ന് നിർത്താനൊന്നും പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയ്ക്ക് കിട്ടുന്ന അസുലഭമായ ഒരു അവസരമാണ് ഇതുപോലുള്ള യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ പുതിയ ആയുധങ്ങളെല്ലാം പരീക്ഷിക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ ഏതോ ഒരു പുതിയ ലോകാന്ത്യ മിസൈൽ എന്നൊക്കെ പറയുന്ന ഒരു മിസൈൽ പരീക്ഷിച്ചു. അവർക്ക് ഇറാനി പരീക്ഷിച്ച് നോക്കാനായിട്ടുള്ള അവസരം കിട്ടി. അതുപോലെ തന്നെ അവരുടെ B-52 എന്ന് പറയപ്പെടുന്ന പഴയ ഒരു ബോംബർ അവർ ഈ അടുത്ത് വീണ്ടും എക്സ്പെരിമെൻ്റ് ചെയ്ത് അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി വീണ്ടും അത് പരീക്ഷിച്ചു. അതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇറാൻ്റെയൊക്കെ ഒരു 10 വർഷത്തെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ ഇരട്ടി തുകയാണ് ഒരു വർഷം അമേരിക്ക പരിശീലനത്തിന് വേണ്ടി ചെലവാക്കുന്നത്. നാവികാഭ്യാസത്തിനും പരിശീലനത്തിനും വേണ്ടിയൊക്കെ ചെലവാക്കുന്ന തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെയും ഇറാഖിൻ്റെയും മിഡിൽ ഈസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള GDP-യേക്കാൾ കൂടിയ തുകയാണ് അമേരിക്ക ഒരു വർഷം യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശീലനത്തിന് വേണ്ടിയൊക്കെ ചെലവാക്കുന്നത്. അപ്പോൾ ഈ ഇതുപോലുള്ള യുദ്ധ അവസരങ്ങൾ കിട്ടുമ്പോൾ അവർ ആ പരിശീലനത്തിന് വേണ്ടി വെക്കുന്ന പൈസ എടുത്ത് മാറ്റി ഈ യുദ്ധത്തെ ഒരു പരിശീലനമായിട്ട് കാണും. എന്നിട്ട് കണ്ടിട്ടാണ് അവരവരുടെ പുതിയ പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കുന്നത്. അപ്പോൾ അത് കുറച്ചു കാലം കൂടെ നീട്ടിക്കൊണ്ട് പോയാലേ അവർക്ക് എല്ലാ എക്സ്പെരിമെൻറ്റും നടത്താൻ പറ്റുള്ളൂ. അതുപോലെ ചൈനക്കാരുടെ ആയുധങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് പഠിക്കാനുണ്ട്. കാരണം ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ചൈനയുടെ ആയുധങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ റഷ്യയുടെ ആയുധങ്ങളുടെ പോരായ്മ എന്തിയാണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഏതെല്ലാം ഘട്ടങ്ങളിലാണ് അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പരീക്ഷിക്കണം. പരീക്ഷിച്ച് ഒരു 10-30 ദിവസമെങ്കിലും പരീക്ഷിച്ചതിന് ശേഷമേ അവർ കരയുദ്ധമൊക്കെ തുടങ്ങുകയുള്ളൂ. ആ കരയുദ്ധം ഇപ്പം നിസ്സാരമായിട്ട് വേണമെങ്കിൽ അവർക്ക് ഇറാൻ്റെ ഏതെങ്കിലും ഒരു ഇത്രയും വിശാലമായ കടൽ തീരമുള്ള അതായത് തീരപ്രദേശത്ത് ഒരു 10-15 പട്ടാളക്കാരെ ഇറക്കിയിട്ട് കരയുദ്ധം തുടങ്ങുക എന്ന് പറഞ്ഞ് അമേരിക്കയുടെ സ്ട്രെങ്ത് അനുസരിച്ച് നടക്കില്ലാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ അവരത് ഇച്ചിരി കഴിയട്ടെ, സ്ട്രാറ്റജിക്കായിട്ട് കഴിയട്ടെ. ഇപ്പോഴാകുമ്പം കൂടുതൽ ആൾനാശം ഉണ്ടാവും. കുറച്ച് 10-30 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആൾനാശം കുറയും. കാരണം ശത്രുവിൻ്റെ ശക്തി ക്ഷയിച്ച് അവസാനം ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതിരിക്കുന്ന, വിശന്ന് വലഞ്ഞു കിടക്കുന്ന ശത്രുവിൻ്റെ അടുത്തോട്ട് യുദ്ധം ചെയ്ത് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ജയിച്ച് കയറാം. അങ്ങനെയുള്ള യുദ്ധതന്ത്രങ്ങളൊക്കെയാണ് സായിപ്പ് എല്ലാ കാലഘട്ടത്തിലും പരീക്ഷിച്ചിട്ടുള്ളത്. സായിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല. സായിപ്പ് യുദ്ധം ചെയ്യുന്നത് ജയിക്കാൻ വേണ്ടി ആണെന്നുള്ളതുപോലെ, അതുപോലെ അവർക്കൊരു എക്സ്പെരിമെൻറ്റിനും കൂടി വേണ്ടിയാണ്.